ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി എൻ.ഡി.എ. 40 ലോക്സഭാ മണ്ഡലങ്ങളിൽ 17ഇടത്ത് ബി.ജെ.പിയും 16 സീറ്റിൽ ജെ.ഡി.യുവും മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ എൽ.ജെ.പി 5 സീറ്റിൽ മത്സരിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, ആർ.എൽ.എസ്.പി എന്നീ പാർട്ടികൾ ഓരോ സീറ്റിലും മത്സരിക്കും. അതിനിടെ യു.പിയിൽ മായാവതിക്ക് തിരിച്ചടിയായി ബി.എസ്.പി എം.പിയും നേതാക്കളും ബി.ജെ.പിയിലേക്ക് കൊഴിഞ്ഞുപോയി. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവിനെ സ്വന്തം പാളയത്തിലെത്തിച്ച ശേഷം സീറ്റ് വിഭജനവും പൂർത്തിയാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. 40 അംഗ ലോക്സഭാ മണ്ഡലങ്ങളിൽ 17 സീറ്റിൽ ബി.ജെ.പി മത്സരിക്കും. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ.ഡി.യുവിന് 16 സീറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ എൻ.ഡി.എ സഖ്യകക്ഷികളായ ചിരാഗ് പാസ്വാന്റെ എൽ.ജെ.പിക്ക് 5 സീറ്റും, ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും ഉപേന്ദ്ര കുശ്വയുടെ രാഷ്ട്രീയ ലോക സമത പാർട്ടിക്ക് ഓരോ സീറ്റുകൾ വീതവും നൽകി. ബീഹാർ എൻ.ഡി.എ സഖ്യത്തിലെ അംഗങ്ങൾ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ബി.ജെ.പി ജനറൽ സെക്രട്ടറി വിനോദ് താവഡെയാണ് സീറ്റ് വിഭജനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സഖ്യം 39 സീറ്റിലും വിജയിച്ചിരുന്നു. അതേസമയം യു.പിയിൽ മായാവതിക്ക് തിരിച്ചടിയായി ലോക്സഭാ എം.പി സംഗീത ആസാദ് അടക്കം 3 പേർ കൂടി ബി.ജെ.പിയിൽ ചേർന്നു. ലാൽഗഞ്ചിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് സംഗീത ആസാദ്. യു.പിയിലെ മുൻ ബി.എസ്.പി എം.എൽ.എ ആസാദ് അരി മർദാൻ, ബി.എസ്.പി ദേശീയ വക്താവും സുപ്രീംകോടതി അഭിഭാഷകയുമായ സീമ സമർത്ഥിയും ബി.ജെ.പിയിൽ ചേർന്നു. ദില്ലിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തിയാണ് മൂവരും അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ബി.എസ്.പി എം.പി റിതേഷ് പാണ്ഡെയും ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. അംരോഹയിലെ എം.പിയായ ഡാനിഷ് അലിയെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ നേരത്തെ മായാവതി പുറത്താക്കിയിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലും വിജയിക്കാത്ത ബി.എസ്.പി 2019 എസ്.പിയുമായി ചേർന്ന് മത്സരിച്ചതോടെ 10 സീറ്റുകൾ നേടിയിരുന്നു. എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യവുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത ബി.എസ്.പി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം. ഇതിനിടെയാണ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും. കൈരളി ന്യൂസ്, ദില്ലി.